ഹലോ. എന്താ? നാൻസി ഞാൻ പറയുന്നത് കേക്ക്. നാൻസി, ആ ഉണ്ണിയേട്ടനകത്ത് ഫ്രോഡാന്ന് എനിക്കറിയില്ല നാൻസി. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സോറി, പ്ലീസ് നാൻസി, എന്നെ ഒന്ന് മനസ്സിലാക്കണം പ്ലീസ്. എനിക്ക് അറിയാം നീ വലിയ പ്രശ്നക്കാരനൊന്നും അല്ലാന്ന്. അപ്പോൾ നമ്മൾ തമ്മിലൊരു കുഴപ്പമില്ല അല്ലേ? ശരി, കുഴപ്പമില്ല. അതെ, ഞാൻ വിളിക്കാം കേട്ടോ. അപ്പ വിളിക്കുന്നു, പിന്നെ വിളിക്കാം. ഹലോ അപ്പ. നമ്മളെ ഓർമ്മയുണ്ടോ? താൻ ചത്തില്ലേ? അല്ല, അതിനു മുമ്പ് കാണാൻ പറ്റുമോ? ഞാൻ വരാം. ഇതിന്റെ അവസാനത്തെ വർഷല്ലേ, ഞാൻ നടിച്ചു പൊളിച്ചോട്ടെ. എടേ, പെരുന്നാളൊക്കെ അടുത്ത് വരിക. ഇത്തവണ പതിവ് നമ്മുടെ നാടകമുണ്ട്, നിനക്ക് കാണണ്ടേ? നമ്മൾ പൊളിക്കും. മറ്റേ പഴയ നാടകമല്ലേ മിശികാരിത്രം. എന്തൊക്കെ പറഞ്ഞാലും പെരുന്നാളിന് നീ ഇവിടെ ഉണ്ടാകണം. നമുക്ക് പൊളിക്കണം. അതെ, ഞാനിവിടെ കുറച്ച് ബിസി ആട്ടോ, കുറച്ച് പണിയിലാണേ. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഓ ബൈ. എന്താടാ നിന്റെ പേര്? പ്രേംസൺ. പ്രേമൻ. പ്രേംസണോടാ. ഇത് രാഷ്ട്രീയം, ഇത് അഴിമതി. ഇതിന് രണ്ടിനെയും ഉണ്ടല്ലോ ഒരേപോലെ ഒരേ തുലാസിൽ കൊണ്ടുപോകും. എന്നാലേ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഉണ്ടല്ലോ കൊസേര വേറെ ആരെങ്കിലും കൊണ്ടുപോകും. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു പ്ലാനിങ്. ചായ അങ്ങോട്ട് പിടിച്ച്. ഓ, ഇതോടെ അങ്ങോട്ട് പിടിച്ച്. എടാ, നീ കുറെ നാളല്ലേ ഇവിടെ രാഷ്ട്രീയം പ്ലാൻ ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട്. എടാ, എന്റെ കാര്യത്തിൽ ഒരു പ്ലാൻ ചെയ്തതാ. എനിക്കൊരു പെണ്ണ് കിട്ടിയിട്ടില്ല. എടാ, എല്ലാത്തിനും അതിന്റെ സമയമുണ്ടല്ലോ. പിന്നെ എനിക്ക് ആലോചിക്കണ്ടേ? നീ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നോ? മനുഷ്യത്തെ ഇവിടെ കവി നേരെ വളർന്നിട്ട് എന്റെ കാര്യം പ്ലാൻ ചെയ്താ. എടാ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്ലാനിങ് ഉണ്ട്. എന്ന് വെച്ചാ ബിക്കോസ് പ്ലാനിങ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. 2 ഡയറി മിൽക്ക് കല്യാണം കഴിഞ്ഞടായി. എന്നാ ശുഭാരംഭമൊക്കെ അല്ലേ, അല്പം മധുരം. ഇവിടെ മിനിമോളെ പിടി. കേട്ടിക്കോ, അടുത്ത ആഴ്ച മാറ്റും കടവ്. എന്റെ കാര്യം ശരിയല്ലെങ്കിൽ നിനക്കെല്ലാം വേണ്ട. ഇക്കടെ പടം ഇറങ്ങല്ലേ ഇപ്രാവശ്യം, ബാഹുബലി ഫ്ലെക്സ്. ഇക്കടോടോ ഇതാ നേരുണ്ട്. പെണ്ണ് കിട്ടിയാണോ? പെണ്ണ് കിട്ടാനോ? ശവത്തെ കുത്തല്ലേടി. ഹലോ, എന്റെ റിലീസിന് ഒരു പ്ലാൻ ഉണ്ട്. ആണോ? എനിക്ക് പ്ലാൻ അല്ല വേണ്ട, കാശാ വേണ്ട. എടുത്തേ വേഗം. താങ്ക്സ്. ഏതാവേ പിരിവോ? എന്നോടോ ബാല? ഞാൻ ചോദിച്ചില്ലാന്ന് വിചാരിച്ചു. രാഷ്ട്രീയക്കാരന്റെ അടുത്ത് പിരിക്കാൻ വന്നു. നീ ഇങ്ങനെ സെഡ് ആവലടാ. പെണ്ണുമില്ല, വിടക്കൂടിയില്ല, എന്നിട്ട് സെഡാവല്ലെന്ന്. നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലേ? ടെൻഷൻ ഇല്ലായിരിക്കൂ. നീ ഒന്ന് കണ്ണടച്ചേ. എന്തിന് ടെൻഷൻ മാറണ്ടേ? കണ്ണടച്ച ടെൻഷൻ. നീ കണ്ണടക്കേ. എന്തിന്? ഇനി ഒന്ന് ശ്വാസം വലിച്ചേ. എന്തിന്? ശ്വാസം വലിക്കടാ. ശ്വാസം വലിക്കണം. മതി, വിട്. ഇനി മെല്ലെ കണ്ണു പറഞ്ഞേ. ഇപ്പൊ ടെൻഷൻ മാറിയില്ലേ? എടാ, ഒരുമാതിരിപ്പെട്ട പ്രണയത്തിനൊക്കെ അടിസ്ഥാനം മ്യൂസിക്. അപ്പൊ നീ ഒരു പാട്ടും പാടിയോളെ പിറകച്ചല്ലേ. ഇത് വർക്കൗട്ട് ആവും. ഇത് പ്ലാൻ പോലെ പ്ലാൻ, അത് വർക്കൗട്ട് ആയിരിക്കും. ശരീരമായിട്ട് വരട്ടെ. റാസൽ ഖൈബിലെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സാറിന്റെ പെങ്ങളല്ലേ അത്? ആണോ? അതെ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് വേണേ രാപ്പാർക്കാം. എനിക്ക് കുട്ടിയുടെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് എടാ, പ്ലാനിങ്ങിലല്ല, എക്സിക്യൂഷനിലാ കാര്യം. നാൻസി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാൻസി, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
ഹായ്. ഹലോ. എനിക്ക് നാൻസി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. എന്തായിരുന്നു? നാൻസി, നീ എൻ്റെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് നാൻസി ഇല്ലാതെ പറ്റില്ല. നിക്ക് ഞാൻ പറയാം. കൈയെടുക്ക്. ആക്ച്വലി നീയും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല. സത്യം. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം. I love you. ഇത്ര അടിപൊളി ഓഡിഷൻ അവിടെ ചെയ്തിട്ട് അലവലാദികൾ എന്നെ സെലക്ട് ചെയ്യാൻ എന്ത് ചീറ്റിംഗ് ആണെന്ന് നോക്കിയേ. അവർക്ക് പരിചയമുള്ള ആരോ വെക്കാൻ വേണ്ടിയിട്ട്. അതെ, ഞാൻ വിളിക്കാം. എനിക്ക് കുറേ പണിയുണ്ട് പോയിട്ട്. ഓക്കെ, ബൈ ബൈ. കളയണം. അവള് പാവാടാ. പാവാട. അവളുടെ ഡ്രീംസ്. അവളുടെ ഡ്രീംസ് എന്താ പ്രശ്നം? അവളുടെ 3 സിമ്പിൾ ഡ്രീംസ് അല്ലേ ഉള്ളൂ. നമ്പർ 1, I want to be a star. എനിക്കൊരു നടിയാവണം. സ്വാഭാവികം. അത് ഞാൻ അവളൊരു നടിയാക്കും അല്ലേ. നമ്പർ 2, I want to meet my star. മമ്മൂക്കയെ കാണണം അല്ലേ. നമ്മള് കാണിക്കും അല്ലേ. നിനക്ക് കാണണ്ടേ? ഉമ്മയെ കൊടുക്കും. അത്രേ ഉള്ളൂ. 3-മത്, And I want to fly in the sky. Fly in the sky. അതെന്താ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ട് കിട്ടും. അവൾക്ക് പ്രാന്താടാ. തല്ലിക്കൊല്ലു ഞാൻ. ഇരുന്നോ. മോട്ടേ, ആ, ഈ പ്ലാൻ വഴി എനിക്കൊരു പറഞ്ഞു തരാം. കണ്ടോ, കണ്ട് പഠിക്കടാ. ഇതാണ് സ്നേഹം, മനസ്സിലായോ? Plan number അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹം വേണം, സ്നേഹം. നീ പറയടാ, നീ പറ. എടാ, ഇനി ഇവന് ഇവിടുന്ന് എടുക്കാനുള്ള പ്ലാൻ നീ ഉണ്ടാക്കി. ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. പ്ലാൻ ബോയ് കണ്ടോ, ഭൂമി തുറന്നു വരാൻ നോക്കുന്നുണ്ട്. എന്നെ ചെയ്യാനാ ആ വെളിവിട്ടന്മാരാന്നേ ചുമ്മാ ഷോയ. അതെ, നമുക്ക് രണ്ടും കൽപ്പിച്ചങ്ങ് ഷോ നടത്തിയാലോ? താൻ എന്നെ നടക്ക് പറയുന്നേ? അവന്മാര് ചുമ്മാ ചൊറിയാൻ വേണ്ടി നിൽക്കുവാന്നേ. നടക്കുവോ? ചേച്ചി ഷോ പൊളിഞ്ഞല്ലേ? ആകെ നാട്ടക്കേസാവും. ഇല്ല, നമ്മൾ ഷോ നടത്തും. സാധാരണ ഒരു പാർട്ടിയല്ല. നമ്മൾ എന്നാ ചെയ്താലും നമ്മുടെ പാർട്ടിയിലുള്ളവർക്ക് പവർ വേണം. അതിനിതുപോലത്തെ നല്ല നല്ല സാധനങ്ങൾ കഴിക്കണം. കാശൊന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. JCB ആണ് നമ്മുടെ പാർട്ടി. ഇടിച്ചു നിർത്താനുള്ള പവർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഓക്കെ അല്ലേ? എന്നടാ അവിടെ പ്രശ്നം ഉണ്ടാക്കണ്ടേ? എന്നാ പ്രശ്നം? അവിടെ ഫാൻ ഷോ നടത്തുന്നു. ഫാൻസ്? ആ, ആര്? ഒരു പെണ്ണ്. പെണ്ണ? ആ, അവരെത്ര പേരുണ്ട്? ഒരു 5-6 പേര് കാണും. നമുക്ക് ഇത്ര ആള് മതി. നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞ JCB ആണ്. അതിനുള്ള പവറും സ്ട്രെങ്തും നമുക്കുണ്ട്. ഇടിച്ച് നിരത്തണമല്ല. ഓക്കെ അല്ലേ? പൊളിക്കാം. വാ. സ്തംഭിപ്പിക്കും, സ്തംഭിപ്പിക്കും. സിനിമാ ലോകം സ്തംഭിപ്പിക്കും. നീയൊക്കെ ഏതാടാ? ഇന്നിവിടെ ഹർത്താലാണെന്ന് അറിയത്തില്ലേ? നിന്റെയൊക്കെ ഒരു ഫാൻ ഷോ. ഇവിടെ നിന്ന് സ്ഥലം വിട്ടോണം. ചേട്ടാ, ഒന്ന് നടക്കത്തില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത. നമ്മൾ എന്തായാലും ഷോ നടത്തും. കുട്ടിക്ക് ഞങ്ങളെ പാർട്ടിയെ കുറിച്ച് അറിയത്തില്ല എന്ന് തോന്നുന്നു. അയ്യോ, ഇന്ന് മമ്മൂക്കാരുടെ ഷോ അല്ലേ? നീയൊക്കെ എന്നാടാ ഇവിടെ? അതെ, മമ്മൂക്കയോടൊപ്പം എന്നും ലാലേട്ടനും കാണും. മനസ്സിലായല്ലോ? ഉറപ്പാണോ? എന്നാ മമ്മൂക്കാക്ക് ലാലേട്ടൻക്ക് സ്തംഭിക്കില്ല, സ്തംഭിക്കില്ല, സിനിമാ ലോകം സ്തംഭിക്കില്ല. എന്താണ് കൃഷ്ണ, ഉത്സവമൊക്കെ എവിടം വരെ ആയി? 5 ആന. മതം പൊട്ടാതെ നോക്കിയാ കൊള്ളാം. അത് ശരി. എന്നെ കാണുമ്പോ നിന്റെ ഈ മുങ്ങല് ഇന്ന് ഞാൻ നിർത്തി തരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ആ റോട്ടിൽ കിടന്ന് എന്തായിരുന്നു ഈ തുള്ളല്? ഒരുമാതിരി ഓന്ത് മൂക്കിപ്പിടി വലിച്ച പോലെ. ഏത്? ആ തിയേറ്ററിന്റെ മുമ്പിൽ കിടന്ന്. അതോ, അത് നമ്മുടെ ഫാൻ ഷോ ആയിരുന്നു. ഫാൻ ഷോയോ? എടി, കുടുംബത്ത് പിറന്നവർക്ക് പറഞ്ഞതല്ല സിനിമയും സിനിമാ ഭ്രാന്തം. മനസ്സിലായോ? അയ്യോ, തുടങ്ങിയ അച്ഛൻ്റെ ഉപദേശം. ആക്ച്വലി അച്ഛനൊന്ന് മീറ്റ് ചെയ്യണമെന്ന് വെച്ചിരിക്കും. എനിക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ അച്ഛന് തരാനുണ്ടായിരുന്നു. എന്നെ ഉപദേശിക്കാൻ നീ ആരാ? നീ ആരാ? അച്ഛനെ ക്ലാസ് അറിവ് പോറാന്നുള്ള പൊതുവെയുള്ള ഒരു പറച്ചില്. അതൊക്കെ വെറുതെ പറയണം. അല്ല, എന്റെ കസിൻ അവിടെയാണല്ലോ, ജോക്കുട്ടൻ. അവനെ ഞാൻ കാണാറില്ലല്ലോ. See, you know what?
ഈ പിള്ളേരൊക്കെ പിടിച്ചിട്ടുണ്ടേ പാഷൻ ഓഫ് ക്രൈസ്റ്റ് വല്ലതും കാണിച്ചൂടെ? കമലാ തിയേറ്ററിലുണ്ടല്ലോ. പിള്ളേർക്ക് നന്നാട്ടെ. അപ്പൊ ശരി, ഞാൻ പോട്ടെ. ടാറ്റാ. പാഷൻ ഓഫ് ക്രൈസ്റ്റ് അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. കനകിലെ മോർണിംഗ് ഫാദർ. ജീൻസ് ഒക്കെ ഇട്ടാണോ ക്ലാസ്സിൽ വരുന്നത്? ബർത്ത്ഡേ ആയതും. ബർത്ത്ഡേ അല്ല, ബർത്ത്ഡേ. ക്ലാസ്സിൽ കയറി അടി. ആ മോർണിംഗ് മോർണിംഗ്. ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. ഞാനല്ല ഇവനാ. എന്താ എല്ലാവരും ഒരു മൗനമായിട്ടിരിക്കുന്നത്? ഒരു സന്തോഷമില്ലാണ്ട്. എല്ലാവർക്കും ഒരു സന്തോഷം വേണ്ടേ? എല്ലാവർക്കും സന്തോഷം വരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ഇന്നൊരു സിനിമയ്ക്ക് പോകുന്നു. എല്ലാവരും ഹാപ്പി ആയില്ലേ? ലാലേട്ടന്റെ പടമൊന്നുമല്ല. നീ എന്താ ലാലേട്ടന്റെ പടം മാത്രമേ കാണൂ? നിങ്ങൾ അച്ഛൻ വിളിക്കുന്നതനുസരിച്ച് ബസ്സിൽ കയറുന്നു, നിശബ്ദമായിട്ട് ഇരുന്ന് തിയേറ്ററിലേക്ക് പോകുന്നു. കേട്ടോ? പിള്ളേര് പള്ളിയിലോ പോകില്ല, ഇങ്ങനത്തെ പടവിൽ കാണട്ടെ. ഹലോ ഹലോ, കമല തിയേറ്റർ അല്ലേ? അതേലോ. അവിടെ ഏതാ പടം? പാഷനാണോ? പാഷനാ. ഹലോ സൈലൻസ്. പാഷൻ തന്നെയല്ലേ? എല്ലാവരും ശബ്ദമുണ്ടാക്കാതെ അച്ചടക്ക വണ്ടി കയറിയിരിക്കൂ. കൈ പുറകെ കെട്ടോ. അടി. ആ സേവിയാർ കയറ്, കുഞ്ഞുമോൻ കയറ്, തോമസ് കയറ്. സാബ് ഒരു ഭക്തികാരം ഇട്ട് കൊടുക്കൂ. കുട്ടികളുടെ മനസ്സൊന്ന് തുടരട്ടെ. ഒരു 25 ടിക്കറ്റ് വിളിച്ച് പറഞ്ഞിരുന്നു. അയ്യോ, ആക്കണോ? അച്ഛനൊക്കെ തന്നെയാണോ? ടിക്കറ്റ് ആണോ? കപ്റ്റനാണോ? കപ്പ്യാനോ? എന്തൊക്കെ അറിയണം? പാടി. അവിടെ നോക്കിയിരി. കണ്ടോ? യേശു വരും. കേട്ടോ? ഞാൻ അച്ഛനാണ്. നത്ത അറിഞ്ഞോ? അച്ഛന് പണി കിട്ടി. തെക്കോട്ട് തട്ടുവാ. ആ സ്കൂളിലെ പിള്ളേരോട് തുണ്ട് കാണാം. കഴിഞ്ഞ ആഴ്ച കുർബാനയ്ക്ക് എന്തായിരുന്നു? ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി. വണ്ടി. ടാറ്റാ.